പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ലാൽബാഗിലാണ്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ മനോഹരമായ ദൃശ്യങ്ങളിലേക്കും മനോഹരമായിട്ടുള്ള ആ പാർക്കിൻ്റെ കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കൊണ്ട് നടന്നിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ബാറ്ററി വണ്ടിക്ക് കയറാൻ വേണ്ടി തീരുമാനിച്ചു. 100 രൂപയാണ് ബാറ്ററി വണ്ടിക്ക്. എല്ലാ സ്ഥലങ്ങളും വേഗത്തിൽ കൊണ്ട് കാണിക്കും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നിർത്തുകയും ചെയ്യും. അപ്പോൾ ബാറ്ററി വണ്ടിയിലേക്ക് കടക്കുവാണ്. ഒരാൾക്ക് 100 രൂപയാണ് ചാർജ്. അപ്പോൾ ഓക്കെ, ഒരു ബാറ്ററി വണ്ടിക്ക് കയറിയിരുന്നു കേട്ടോ. വണ്ടി പോകുമ്പോൾ ആളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ₹30 ചാർജും കൊടുത്ത് ലാൽബാഗിലേക്ക് അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് സാധാരണ ദിവസങ്ങളിലെ ലാൽബാഗിലെ സന്ദർശന സമയം. മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങൾ, അതുപോലെ തന്നെ 300-ലധികം വർഷം പഴക്കമുള്ള ഫലവൃക്ഷങ്ങളുടെ മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ, ഇതൊക്കെയാണ് ആദ്യത്തെ കാഴ്ചകൾ. ഞാൻ വന്ന സമയമെന്ന് പറയുന്നത് ഏതായാലും സീസണായ സമയമല്ല, ചെറിയൊരു മഴക്കാലത്തോടു കൂടിയാണ് ലാൽബാഗ് സന്ദർശിക്കാൻ വന്നത്. തീർച്ചയായും നല്ല കാലാവസ്ഥയുള്ള സമയത്ത് ലാൽബാഗ് സന്ദർശിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും ഇഷ്ടംപോലെ സഞ്ചാരികൾ ഈ സമയത്തും ലാൽബാഗിൽ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മുളങ്കാടുകൾ, വെച്ചുപിടിപ്പിച്ച മുളങ്കാടുകളിലൂടെയാണ്. ബാംഗ്ലൂരിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ലാൽബാഗ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തായി ഏകദേശം 240 ഏക്കർ സ്ഥലത്താണ് ഈ ലാൽബാഗ് വിശാലമായി കിടക്കുന്നത്. വിശാലമായ പൂന്തോട്ടങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ സസ്യങ്ങളുടെ ശേഖരവും ഈ ലാൽബാഗിലുണ്ട്. സ്നോ വൈറ്റും 7 അഴകുള്ള കുള്ളന്മാരും പോലെയുള്ള പ്രദർശനങ്ങൾ, ഒരു ടോപ്പിയറി പാർക്ക്, വിശാലമായ തടാകം എന്നിവ ലാൽബാഗിന്റെ പ്രത്യേകതകളാണ്. മനോഹരമായ പൂന്തോട്ടങ്ങൾ ഇവിടെ വളരെയധികം ഭംഗി കൂട്ടുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ പൂന്തോട്ടങ്ങളിൽ പൂക്കളൊന്നും ലഭ്യമല്ല എന്നും ഒരു ഡ്രൈവർ ഒരു ഗൈഡ് കൂടിയാണ്. ലാൽബാഗിലെ ഈ മനോഹരമായ വലിയ വൃക്ഷത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു തരികയും ചെയ്തു. 1760-കളിൽ ടിപ്പു സുൽത്താന്റെ പിതാവായിരുന്ന ഹൈദരിയല്ലയാണ് ഈ ലാൽബാഗ് നിർമ്മിച്ചത്. അന്ന് ഇതിന്റെ പേര് ഹൈദർ ഗാർഡൻ എന്നായിരുന്നു. പിന്നീട് ടിപ്പു സുൽത്താനും ഈ ഉദ്യാനത്തെ മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത്
കൂടുതൽ ഉദ്യാനം മനോഹരമാക്കി. സൈപ്രസ് ഗാർഡൻ എന്നാണ് ബ്രിട്ടീഷുകാർ ഈ ഉദ്യാനത്തെ വിളിച്ചിരുന്നത്. ലാൽബാഗിന് പ്രധാനമായും 4 ഗേറ്റുകളാണ്. മനോഹരമായ സ്ഥലങ്ങളെക്കുറിച്ച് ഗൈഡ് കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഇങ്ങനെയുള്ള യാത്ര, ഇതുപോലുള്ള വാഹനത്തിൽ യാത്ര ചെയ്താൽ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലൂടെയാണ് ലാൽബാഗിലൂടെ നമ്മളിനി അടുത്തതായി പോകാൻ പോകുന്നത് ലാൽബാഗിലെ പ്രസിദ്ധമായ ഗ്ലാസ് പാലസിലേക്കാണ്. ലണ്ടനിലെ ക്രിസ്റ്റൽ പാലസിന്റെ മാതൃകയിലാണ് ഈ പാലസ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വർഷം മുഴുവൻ ലാൽബാഗിലെ പല പരിപാടികൾ ഉണ്ടെങ്കിലും ഈ ഗ്ലാസ് ഹൗസിൽ പുഷ്പങ്ങൾ കൊണ്ട് നിറയുന്നത് ആഗസ്റ്റ് 15-നും അതുപോലെ തന്നെ ജനുവരി 26-നുമാണ്. ആ സമയത്തൊക്കെ ഈ ഗ്ലാസ് പാലസ് പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ഗ്ലാസ് പാലസിന്റെ പരിസരവും അതിമനോഹരമാണ്. ഈ സമയത്ത് പുഷ്പങ്ങൾ ഒന്നും തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടില്ല. അതും കടന്ന് ഞങ്ങൾ യാത്ര വീണ്ടും തുടരുകയാണ്. ലാൽബാഗിലെ മനോഹരമായ മറ്റ് സ്ഥലങ്ങൾ തേടി. ഈ സമയത്തും ധാരാളം സഞ്ചാരികൾ ലാൽബാഗിൽ ഉണ്ട്. അല്പം മഴ ചാർന്ന സമയം കൂടിയാണ്. യാത്രികരായി വരുന്ന, ബാംഗ്ലൂർക്ക് യാത്രികരായി വരുന്ന, ടൂറിസ്റ്റുകളായി വരുന്ന ഇവിടുത്തെ ഫ്ലവർ ഷോ കാണണമെങ്കിൽ ജനുവരി 26-നോടനുബന്ധിച്ച് വരിക. അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് ലാൽബാഗിലെ തടാകമാണ്. മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു തടാകമാണ് ലാൽബാഗിലെ ഏകദേശം 10 ഏക്കറോളം ആയി കിടക്കുന്ന ഈ തടാകം. ഹൈദരാലിയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഉദിച്ച ബാംഗ്ലൂർ നഗരത്തിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനും കൂടി ഉണ്ടാക്കിയ ഒരു തടാകമാണിത്. അങ്ങനെ തടാകവും കണ്ട് ഞങ്ങൾ വീണ്ടും പുറപ്പെടുവാൻ പോവുകയാണ്. ഞങ്ങൾ വന്ന ബാറ്ററിയുടെ ആ വണ്ടിയാണ് മുമ്പിൽ കിടക്കുന്നത്. ഇത് കൃത്രിമമായി നിർമ്മിച്ച തടാകമാണ് ഹൈദരലിന്റെ കാലത്ത്. അതിനുശേഷം ടിപ്പു സുൽത്താന്റെ കാലത്ത് നവീകരിച്ചു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള തടാകമാണ്. ഇവിടെ ബോട്ട് ജനുവരി മുതൽ മെയ് മാസം വരെയാണ് ലാൽബാഗ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ബാംഗ്ലൂരിലെ കമിതാക്കളുടെയും പ്രണയതാക്കളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ലാൽബാഗ്. ബാംഗ്ലൂരിൽ താമസിച്ചിട്ടുള്ളവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക് ഒക്കെ ഇതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന കാര്യവുമാണ്. പ്രസിദ്ധിയുള്ളതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ കുപ്രസിദ്ധവുമാണ് ഈ ലാൽബാഗ്. വിദൂരമായിട്ടുള്ള ലാൽബാഗിന്റെ പല സ്ഥലങ്ങളിലും അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടെന്ന് വാർത്തകളിൽ ചിലപ്പോൾ കേൾക്കാറുണ്ട്. ലാൽബാഗിലെ യാത്രകൾ ഏകദേശം അവസാനിക്കുകയാണ്. ലാൽബാഗിനടുത്തുള്ള ഒരു വാച്ച് ടവറോടുകൂടിയ ഏകദേശം 3000 വർഷം പഴക്കമുള്ള ഒരു മാർബിൾ മലയാണ്. ഇവിടെ നിന്ന് ഇഷ്ടം പോലെയുള്ള ആളുകൾ ഫോട്ടോ എടുക്കുന്നതിനും മറ്റുമൊക്കെയായി യഥേഷ്ടം എത്തിച്ചേരാറുണ്ട്. വളരെ സുന്ദരമായ കാഴ്ചയാണ്
ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ലാൽബാഗിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇതാണ് ഇവിടെയുള്ള വാച്ച് ടവർ. ലാൽബാഗ് ഈ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രം അകലെയുള്ളൊരു സ്ഥലമാണ്. ലാൽബാഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെൻ്റെ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ പേജ് ഫോളോ ചെയ്യണം.